സൊസൈറ്റിയിലെ 20 അംഗങ്ങളിൽ പലരും ഇന്ന് നമുക്ക് സ്വപ്നം കാണാൻ പറ്റാവുന്നതിനും അപ്പുറത്തേക്ക് അവരുടെ ജീവിത നിലവാരം ഉയർന്നിരിക്കുന്നു. ഒരുപക്ഷെ കടം കയറിയും ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ആ 20-ൽ പറയുന്ന ആ അംഗങ്ങൾ ഇന്ന് നമ്മളുടെയൊക്കെ ആവേശമാണ്, നമ്മുടെ രോമാഞ്ചമാണ്. വെറും കയ്യടിയിൽ പോരാ, നിങ്ങളുടെ ആവേശത്തോടു കൂടി തന്നെ നിങ്ങൾ അതിനെ ഏറ്റെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ നേട്ടങ്ങളിലേക്ക് നമ്മളെത്താൻ പറ്റൂ. നമ്മളെത്തിയാൽ മാത്രമേ നെക്സ്റ്റ് ലെവൽ SIT-യുടെ പ്ലാറ്റ്ഫോം നമുക്ക് പറയാൻ പോകുന്നത് ഇനി ഈ വരും കാലങ്ങളിൽ ഈ മുൻനിരയിലിരിക്കുന്ന ലീഡേഴ്സിനെ പോലെ ഇരിക്കാൻ പോകുന്നത് അവരുടെ ജീവിതമാണ് ഇനി മാറ്റാൻ പോകുന്നത്. ആരും റെഡി? യെസ്, ആരും റെഡി? ഈ റെഡി പോരാ, ലക്ഷ്മൺ വേണം. ഈ റെഡി പോരാ, കുറച്ചുകൂടി റെഡി വേണം. 5 വർഷം കൊണ്ട് 10 വർഷത്തിനേക്കാൾ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ ഈ റെഡി പോരാ. യെസ്, ആരും റെഡി? ഒന്നും റെഡി? യെസ്, തീർച്ചയായും നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ. ഫൗണ്ടേഷൻ. നമ്മുടെ ഫൗണ്ടേഷൻ ലീഡേഴ്സ് എന്ന് പറയുന്നത് അവരുടെ ജീവിത നിലവാരം ഇന്ന് നമുക്കൊക്കെ അറിയാം. ഒരു പക്ഷേ ഒരു കേക്ക് കൂട്ടത്തിൽ, ഒരു വിവാഹ വാർഷികത്തിന് കേക്ക് മുറിക്കാൻ പോലും പറ്റാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് ഭാര്യയ്ക്ക് മിനി കൂപ്പറും അതുപോലെ ഏറ്റവും സുന്ദരമായ സ്വപ്നങ്ങളുള്ള ഒരുപാട് കാര്യങ്ങൾ നേടിക്കൊടുക്കുന്ന തലത്തിലേക്ക് അവർ വളർന്നെങ്കിൽ നാളെ നമുക്കും പറ്റും. രശ്മ വേണം, തീർച്ചയായിട്ടും. ഇതിന് നിങ്ങൾ തയ്യാറാവണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ആവേശം ഇന്ന് ഈ ഹാൾ വിടുന്നത് വരെ നിങ്ങൾ കുറയ്ക്കരുത്. നിങ്ങളുടെ ആവേശം ഉയർന്ന തലത്തിലേക്ക് ഉയർത്താൻ ആവേശഭരിതരാകണം. ഇത് മേൽക്കൂര പറന്നു പോകും. നമ്മളെ പണി കഴിഞ്ഞു. കാരണം ഈ ഇവരെടുത്തോളം എല്ലാ കാര്യവും നമുക്കറിയാൻ പണിയില്ല. ആവേശം ഈ സ്റ്റേജിൽ നിൽക്കുമ്പോ നമ്മുടെ ഉള്ളിൽ കാലിന്റെ തരി മുതൽ കയറുകയാണ്. നിങ്ങൾ ഈ കൊടി ഉയർത്തുന്നുണ്ടല്ലോ, ജീവിതത്തിൽ ഇനി എത്താൻ പോകുന്ന തലങ്ങൾ എന്താണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ആവേശമുണ്ടാകുമ്പോ നമ്മളുടെ ജീവിതം ഇതാ രക്ഷപ്പെടാൻ പോകുന്നു എന്ന് പറയുന്ന കാഴ്ചപ്പാട് വരുന്ന 5 വർഷം, ഈ 5 വർഷം നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെയാണ് കാഴ്ചപ്പാട് നമുക്ക് പകർന്നു തരാൻ നമുക്ക് മുന്നിൽ ഒരേ ഒരാളേ ഉള്ളൂ. ആരായിരിക്കും? രശ്മ വേണം. തീർച്ചയായിട്ടും നമ്മുടെ ദൈവമായി നമ്മൾ കാണുന്ന ഇന്ന് SIT എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ, ഇന്ന് SIT എങ്ങനെയെങ്കിലൊക്കെ ആകണമെങ്കിൽ ഇതിന്റെ തലപ്പത്ത്, ഇതിന്റെ തുടക്കത്തിൽ ഒരു ചിന്തയുണ്ടാകണം. ആ ചിന്തയുടെ അറ്റത്ത് അതിന് 3 വാക്കുകൾ, 3 അക്ഷരങ്ങളാൽ കുറിച്ച ഒരു പേരിന് ഉടമയുണ്ടായിരിക്കണം. ആ പേരിന് ഉടമയില്ലായിരുന്നുവെങ്കിൽ നമ്മളൊന്നും ഇന്ന് DTC-മാരായി ഈ ഹാളിലേക്ക് കടന്നു വരാൻ പോലും നമുക്ക് പറ്റില്ലായിരുന്നു. ആ ചിന്തയുടെ, ആ പോസിറ്റീവ് തിങ്കിങ്ങിന്റെ ഏറ്റവും വലിയ റിസൾട്ടാണ് നമുക്ക്, അല്ലേ? അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് സാർ. കാരണം നമ്മുടെ നെക്സസ് പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ ഒരുപാട് ലീഡേഴ്സ് കേരളത്തിൽ നിന്ന് തുടങ്ങിയവരുണ്ട്. പക്ഷെ അവരൊന്നും ടീം ഡെവലപ്പ് ചെയ്തത് കേരളത്തിലല്ല, തമിഴ്നാട്ടിലും കർണാടകയിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെയാണ്. എന്തിനേറെ പറയുന്നത് നമ്മുടെ മുബീൻ മുഹമ്മദ് സാർ അടക്കമുള്ള ലീഡേഴ്സ്. പക്ഷേ കേരളത്തിൽ നിന്ന് തുടങ്ങി എന്തൊക്കെ സാധ്യതകൾ ഉപയോഗിക്കാൻ പറ്റുമോ അത്രയ്ക്കും സ്ട്രഗിൾ ചെയ്ത് അദ്ദേഹം വിയർപ്പൊഴുക്കി ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് ഈ സാമ്രാജ്യം. നമ്മളൊക്കെ ഏറെ അഭിമാനത്തോടുകൂടി, ഏറെ അഹങ്കാരത്തോടുകൂടി പറയുന്ന നമ്മുടെ ടീം നമുക്ക് ആലോചിച്ച് നോക്കാം. MSP എന്ന് പറയുന്ന ഒരു പേരുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇതുപോലെ കൊടിയെടുക്കാനുള്ള സംസ്ഥാനങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ആവേശം ഈ ഒരു മനുഷ്യനിൽ നിന്ന് തുടങ്ങിയപ്പോ നമ്മുടെ ലൈഫാണ് മാറിയത്. ഈ ലൈഫാണ് ഇനി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ്
എന്താണ് ഇനി എന്താണ് SIT? കഴിഞ്ഞ 13 വർഷത്തിനപ്പുറത്തേക്ക് ഇനി SIT എങ്ങനെയായിരിക്കും? ദ നെക്സ്റ്റ് ഫേസ് എങ്ങനെയാണ് SITയുടെ ഫേസ് എന്ന് ഇതാ നമ്മളോട് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അത് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ആ ലോഞ്ചിങ്ങിൽ ഈ ആവേശം പോരാ സാർ, ഈ ആവേശം പോരാ. ഈ ആവേശത്തിൽ പ്രസാദ് സാറിന് അയച്ചു കൊടുക്കില്ല. നിങ്ങളെ നിലയ്ക്കാത്ത ശബ്ദം, നിങ്ങളെ നിലയ്ക്കാത്ത കരഘോഷം ഇതുണ്ടെങ്കിലേ പ്രസാദ് സാറിന് മൈക്ക് കൊടുക്കാൻ പറ്റൂ. ആവേശം തിരതല്ലുന്നതിന് മുൻപ് ഈ വണ്ടർഫുൾ ഗുഡ് മോർണിംഗ്. എനിക്ക് തന്നെ ഇതൊരു ആദ്യത്തെ അനുഭവം. ആദ്യമേ തന്നെ ഇന്ന് ഈ പ്രോഗ്രാമിൽ എത്തിയ സൺ ഇന്റർനാഷണൽ ടീമിനെ ഇന്ന് കാണുന്ന SIT ആക്കി മാറ്റാൻ എഫേർട്ട് ഇട്ട എന്റെ എല്ലാ പ്രിയപ്പെട്ട ലീഡേഴ്സിനെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. 10 വർഷം മുമ്പ് നേരത്തെ വിനോദ് സാർ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പ്രവർത്തിക്കാനല്ല മിണ്ടാൻ പോലും പറ്റാത്ത ഒരു കാലത്ത് വെറും 18 പേരെ വെച്ച് മാഹിയിലെ അറീന ഹോട്ടലിൽ, അത് ഹാളിന് പൈസ കൊടുക്കാനില്ലാത്തതുകൊണ്ട് നട്ടുച്ചയ്ക്ക് റൂഫിന്റെ മുകളിൽ വെച്ച് 18 പേരെ വെച്ച് തുടങ്ങിയതാണ് മൈലേഷ്യയിൽ SITയുടെ ചരിത്രം. ഇന്ന് 18 പേരിൽ നിന്ന് 10,000ങ്ങളിലേക്ക് ഈ ആശയവും ആവേശവും നമുക്ക് എത്തിക്കാനും ഇന്ന് നമ്മൾ കാണുന്ന ലെവലിലേക്ക് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനും ഒരുപാട് ആളുകൾക്ക് പ്രതീക്ഷയും വിശ്വാസവും നൽകി ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ആദ്യമേ തന്നെ ഈ ബിസിനസ്സിൽ വരാനും ഇതുപോലൊരു ടീമിന് തുടക്കം കുറിക്കാനും ഇന്ന് ഇവിടെ വരെ എത്താനും അനുഗ്രഹിച്ച സർവശക്തനായ ദൈവത്തിനും ലോകത്ത് ജന്മം തന്ന മാതാപിതാക്കൾക്കും ഈ ബിസിനസ്സിൽ എന്റെ ഗുരുസ്ഥാനീയരായ മുഴുവൻ ആളുകൾക്കും അതിനേക്കാൾ എല്ലാം ഉപരി ഒന്നുമല്ലാത്ത കാലത്ത് എന്നെ വിശ്വസിക്കുകയും എന്റെ കൂടെ നിൽക്കുകയും ചെയ്ത സൺ ഇന്റർനാഷണൽ ടീമിന്റെ സോമകുമാർ സാറും സത്യം മാഷും അടക്കമുള്ള എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സ് എല്ലാവർക്കും ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും സ്നേഹവും ആദ്യമേ സമർപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഡിയർ ഫ്രണ്ട്സ്, നമുക്കറിയാം ഇന്ന് 10 വർഷം കഴിഞ്ഞ് നമ്മൾ ഈ ഹാളിൽ ഇരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾ SITയിലെ DTC ആൻഡ് above ലീഡേഴ്സ് ആണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഇന്ത്യയിൽ ഒരുപാട് ടീമുകളുണ്ട്. ഒരു പക്ഷെ ഇതിനേക്കാൾ കൂടുതൽ DTC ഉള്ള ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടീമുകളുണ്ട്. പക്ഷേ ഇതുപോലെ ആയിരക്കണക്കിന് DTC ലീഡേഴ്സിനെ ഒരുമിച്ചിരുത്താൻ പറ്റിയ ഒരൊറ്റ ടീം അത് അതാണ്. ആ യൂണിറ്റിയാണ്, ആ വിഷനാണ്, ആ കഠിനാധ്വാനമാണ് നമ്മളെ ഇവിടെ എത്തിച്ചത്. എന്തുകൊണ്ട് ഇന്ന് എൻറ്റയർ ഇന്ത്യയിൽ MI ലെവൽ മാർക്കറ്റിംഗിൽ ഒരു പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ 2 ടീം എടുത്താൽ അതിലൊരു ടീം അത് സൺ ഇന്റർനാഷണൽ ടീം തന്നെ. ഇത് എന്നോട് കമ്പനിയുടെ മാനേജ്മെന്റ് ഡയറക്റ്റ് സംസാരിച്ചതാ. കഴിഞ്ഞ വർഷം പറഞ്ഞപ്പോ അവര് പറഞ്ഞു 5-1, കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോ പറഞ്ഞു 2-1. ഒരു സംശയം നിങ്ങൾ വിചാരിക്കേണ്ട ഡിയർ ഫ്രണ്ട്സ്, ഈ 2026 കഴിയുമ്പോ സാക്ഷാൽ പ്രവീൺ ചേച്ചൻ പറയും SIT is the number 1 organization. No doubt at all. ഇന്ന് ഒരുപാട് കൊടികൾ, ഞാന് സത്യം പറഞ്ഞ ഇത് നിങ്ങൾക്കൊക്കെ ഒരു പുതിയ അനുഭവമല്ലേ, ഇത് നമ്മൾക്കും അടുത്ത അനുഭവം. ഞാൻ വെറുതെ ഇവിടെ ഇരുന്നപ്പോ ചിന്തിച്ചത് എന്താണെന്നറിയില്ല, ഞാനിങ്ങനെ ടീം തിരിച്ച് കൊടി ഉണ്ടാക്കുന്നതിന് പകരം ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് കൊടി ഉണ്ടാക്കിയാൽ മന്ത്രിയായിട്ട് ആണല്ലേ. അപ്പോ എനിവേ